ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രം. ഈ ഒരു മഹാക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്താനായി വന്നിട്ടുണ്ടോ? ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടുകളിൽ ഒന്നാണ് ഭക്തജനങ്ങൾ മഹാഗണപതി ഭഗവാന് സാധാരണയായി നടത്തുന്ന ഉദയാസ്തമന പൂജ. മധൂരിലെ പ്രശസ്തമായ പ്രസാദമായ അപ്പം വളരെ രുചികരമാണ്. അപ്പം എല്ലാ ദിവസവും ഇവിടെ പാകം ചെയ്യുന്നു. പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന എല്ലാവർക്കും കൗണ്ടറുകളിൽ നിന്നും പ്രസാദം ലഭ്യമാണ്. ഇവിടെ നടത്തുന്ന പ്രത്യേക പൂജകളിൽ സഹസ്രാപ്പം പ്രധാനമാണ് കേട്ടോ. അതായത് 1000 അപ്പം, ഗണപതി ഭഗവാന് 1000 അപ്പങ്ങൾ നൈവേദ്യം അർപ്പിക്കുന്നതാണ് ഈ പൂജ. പൂജയ്ക്ക് ശേഷം പൂജ അർപ്പിക്കുന്ന ആൾക്ക് ഈ 1000 അപ്പങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം. പ്രധാന ഉത്സവം മൂടപ്പ സേവ അഥവാ ഗണപതി ഭഗവാനെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉത്സവമാണ്. ഇത് സാധാരണയായി നടത്താറില്ല. കാരണം ഇതിന് വരുന്ന ഭീമമായ ചെലവും മറ്റുമാണ് ആ കാരണം. 20 കൊല്ലം മുൻപ് ഒരിക്കലാണ് അവസാനമായി ഇത് നടത്തിയത്. ഗണേശ ചതുർത്ഥിയും ബദുർബേഡിയുമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും തിരക്കുള്ള സമയങ്ങൾ. ഉത്തര കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ വടക്ക് കിഴക്കുമാറി മധൂർ ദേശത്ത് മധുവാഹിനി എന്ന അപരനാമത്തിൽ മൊഗ്രാൽ പുഴയുടെ പടിഞ്ഞാറേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രം. കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ പരമശിവനും വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന ഭഗവാൻ സിദ്ധി വിനായകനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. എന്നിരുന്നാലും ഗണപതി ഭഗവാനാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ പ്രസിദ്ധി. ക്ഷേത്രത്തിൽ ഉപദേവതകളായി കാശി വിശ്വനാഥൻ, ദുർഗാ പരമേശ്വരി, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, വീരഭദ്രൻ, ഹംസരൂപത്തിലുള്ള ശിവഭഗവാൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കുമ്പളസീമ എന്നറിയപ്പെടുന്ന മായിപ്പാടി ദേശത്തെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെയുള്ള ഗണപതി പ്രതിഷ്ഠ ചുവരിൽ നിന്ന് കോരിയെടുത്തുണ്ടാക്കിയതെന്നാണ് കേട്ടോ വിശ്വാസം.